ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു റൈസൈഗൺ. നമ്മൾ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിലുള്ള പ്രീവിയസ് കീം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 2023 കീം എക്സാമിന് ചോദിച്ച ചോദ്യം ഇത്: ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് വി വിൽ ഗെറ്റ് ന്യൂ കാർബൺ കാർബൺ ബോണ്ട്? ഇതിലേത് റിയാക്ഷൻസിലാണ് പുതിയ കാർബൺ കാർബൺ ബോണ്ട് ഫോം ചെയ്യപ്പെടുന്നത്? അത് നമുക്ക് കാനിസാരോ റിയാക്ഷൻ എടുക്കാം. കാനിസാരോ റിയാക്ഷനിൽ ന്യൂ കാർബൺ കാർബൺ ബോണ്ട് ഫോർമേഷൻ സാധ്യമാവുന്നുണ്ടോ? ഉണ്ടോ? എന്താ കാനിസാരോ റിയാക്ഷൻ? ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡുകളിൽ സാധ്യമാവുന്ന റിയാക്ഷനാണ് കാനിസാരോ റിയാക്ഷൻ. ഫോമാൽഡിഹൈഡിൽ കാനിസാരോ റിയാക്ഷൻ നടന്നപ്പം എന്തായിരുന്നു മക്കളെ? നെറ്റ് റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുടെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ 50% ആസിഡ് സോൾട്ട് ആയിട്ടും ബാക്കി 50% ആൽക്കഹോൾ ആയിട്ടും ടേൺ ചെയ്യും. സോ അങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ആരാണ്? HCOONA ആണ്, ആസിഡ് സോൾട്ട്. അടുത്ത പ്രോഡക്റ്റ് ആൽക്കഹോൾ ആണ്, CH3OH, മീഥൈൽ ആൽക്കഹോൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാനിസാരോ റിയാക്ഷനിൽ പുതിയ കാർബൺ കാർബൺ ബോണ്ടുകൾ ഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ ഫോമാൽഡിഹൈഡിൽ എത്ര കാർബണാണ് ഉള്ളത്? ഒരു കാർബണാണ് ഉള്ളത്. ഫോം ചെയ്ത ആസിഡ് സോൾട്ടിലും ഒരു കാർബണാണ് ഉള്ളത്. അതുപോലെ ഫോം ചെയ്ത ആൽക്കഹോളിലും ഒരു കാർബണാണ് ഉള്ളത്. വിച്ച് മീൻസ് കാനിസാരോ റിയാക്ഷൻ ഡസ് നോട്ട് ഇൻവോൾവ് ഫോർമേഷൻ ഓഫ് ന്യൂ കാർബൺ കാർബൺ ബോണ്ട്. പുതിയ കാർബൺ കാർബൺ ബോണ്ട് കാനിസാരോ റിയാക്ഷനിൽ ഫോം ചെയ്യപ്പെടുന്നില്ല. അതോടുകൂടി തന്നെ ഓപ്ഷൻ 1 പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് കാനിസാരോ റിയാക്ഷനിൽ പുതിയ കാർബൺ കാർബൺ ബോണ്ട് ഇല്ല എന്ന് വ്യക്തമായി. അതേസമയം ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എടുത്താൽ, ആൽഡോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ആൽഡിഹൈഡ്, ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഡയലൂട്ട് ആൽക്കലിയുടെ പ്രസൻസിൽ പരസ്പരം ജോയിൻ ചെയ്ത് ബിഗ്ഗർ മോളിക്യൂൾ ആയിട്ട് മാറുന്ന റിയാക്ഷനാണ് ആൽഡോൾ റിയാക്ഷൻ. അത് ഹീറ്റ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ്. ആൻഡ് ബോത്ത് ഇൻവോൾവ് ഫോർമേഷൻ ഓഫ് ന്യൂ കാർബൺ കാർബൺ ബോണ്ട്. അപ്പം മക്കളെ, ഇതിൽ കാനിസാരോ റിയാക്ഷനിൽ ന്യൂ കാർബൺ കാർബൺ ബോണ്ട് ഇല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ എ ആൻസർ അല്ല, ഓപ്ഷൻ ബിയും ആൻസർ അല്ല, ബിക്കോസ് അതിലും കാനിസാരോ റിയാക്ഷൻ ഉണ്ട്. ആൻഡ് തേർഡ് ഓപ്ഷൻ ഒന്ന് നോക്കൂ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ആൻഡ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഏതാ മക്കളെ? ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷനും ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ നോക്കാം അല്ലേ. ഇപ്പോൾ ബെൻസീനിലേക്ക്, ബെൻസീന് മീഥൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. മീഥൈൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. അൺഹൈഡ്രസ് AlCl3 ആണ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് എ ലൂയിസ് ആസിഡ്. ഈ അൺഹൈഡ്രസ് AlCl3 മീഥൈൽ ക്ലോറൈഡിൽ നിന്ന് Cl- നേടിയെടുക്കും. ആൻഡ് അതിൻ്റെ ഫലമായിട്ട് വിൽ ഗെറ്റ് എൻ ഇലക്ട്രോഫൈൽ ആൻഡ് ദാറ്റ് ഈസ് മീഥൈൽ കാറ്റയോൺ, മീഥൈൽ കാർബോകാറ്റയോൺ. ഈ മീഥൈൽ കാർബോകാറ്റയോൺ ആണ് ബെൻസീൻ റിങ്ങിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യുക. സോ ദ പ്രോഡക്റ്റ് ഫോംഡ് ഈസ് മീഥൈൽ ബെൻസീൻ. മീഥൈൽ ബെൻസീൻ, അതിനെ നമ്മൾ ടൊളുയിൻ എന്ന് പറയാം അല്ലെ. ടൊളുയിൻ എന്ന് പറയുന്ന മീഥൈൽ ബെൻസീനാ ഫോം ചെയ്ത്. അപ്പോൾ മക്കളെ, ഈ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ നടന്നപ്പം നിങ്ങൾക്ക് കാണാം ഫോർമേഷൻ ഓഫ് ന്യൂ കാർബൺ കാർബൺ ബോണ്ട്. മീഥൈൽ ഗ്രൂപ്പാണ് ബെൻസീൻ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിങ്ങിലുള്ള കാർബണിലേക്ക് മീഥൈലുള്ള കാർബൺ ബോണ്ട് ചെയ്തു. സോ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ഇൻവോൾവ്സ് വാട്ട്? ഫോർമേഷൻ ഓഫ് ന്യൂ കാർബൺ കാർബൺ ബോണ്ട്. ആൻഡ് അടുത്ത റിയാക്ഷൻ ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. എന്താ ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ? ഗെറ്റർമാൻ കോച്ച് റിയാക്ഷനും ബെൻസീനാണ്. ബെൻസീനെ എന്താക്കി ടേൺ ചെയ്യുന്ന റിയാക്ഷനാ? ബെൻസീൻ ഏതാ റിയേജന്റ്? CO⁻HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുന്ന പ്രോഡക്റ്റ്? ബെൻസീൻ റിങ്ങിൽ CHO ഒന്ന് അറ്റാച്ച് ചെയ്യും. ദ പ്രോഡക്റ്റ് ഫോംഡ് ആസ് ബെൻസാൽഡിഹൈഡ്. മക്കളെ, ഈ ബെൻസാൽഡിഹൈഡ് ഉണ്ടായപ്പോൾ നിങ്ങൾ കാണാം റിങ്ങിലെ കാർബണിലേക്കാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ കാർബൺ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഓൾസോ ഇൻവോൾവ്സ് വാട്ട്? ഫോർമേഷൻ ഓഫ് ന്യൂ കാർബൺ കാർബൺ ബോണ്ട്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ എടുത്താലും അസൈലേഷൻ എടുത്താലും ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷനിലും ഗെറ്റർമാൻ കോച്ച് റിയാക്ഷനിലും എന്ത് ഉൾക്കൊള്ളുന്നു? ഫോർമേഷൻ ഓഫ് ന്യൂ കാർബൺ കാർബൺ ബോണ്ട്. അപ്പോൾ ആൻസർ സി ആണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, മാച്ച് ദ ഫോളോയിങ് കോളം P വിത്ത് Q. മക്കളെ, അതിൽ ഏതെന്നത് ഗ്രിഗിനാർഡ് റിയേജന്റ് ആണ്? എവിടെയൊക്കെ ഗ്രിഗിനാർഡ് റിയേജന്റ് നമ്മൾ മാച്ച് ചെയ്യുക? ഗ്രിഗിനാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് ആണ്. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് തന്നിരിക്കുന്നതിൽ മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്.
മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്. സോ എ കണക്ട് ചെയ്യേണ്ടത് 4ലേക്കാണ്. അപ്പൊ തന്നെ ഓപ്ഷൻ ചെക്ക് ചെയ്യണം. A4ലേക്ക് കണക്ട് ചെയ്ത 2 അല്ല 3 ഓപ്ഷനുകൾ ഉണ്ട്. അതൊരു ഓപ്ഷനേ ഉള്ളൂ എങ്കിൽ അപ്പൊ തന്നെ ആൻസർ ചെയ്യേണ്ടതുണ്ട്. മനസ്സിലാക്കുക. അപ്പൊ A4ലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ബി എങ്ങോട്ടാണ്? സാൻമേർ റിയാക്ഷന. സാൻമേർ റിയാക്ഷനിലെ കാറ്റലിസ്റ്റ് എന്താ? കുപ്രസ് ഹാലൈഡ് CuCl അല്ലെ Cu2Cl2. കുപ്രസ് എന്ന കോപ്പറിൻ +1 സ്റ്റേറ്റ്. കുപ്രസ് ഹാലൈഡ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ദാറ്റ് മീൻസ് കോപ്പറിൻ +1 സ്റ്റേറ്റ്. സാൻമേഴ്സ് റിയാക്ഷനില് കോപ്പറിൻ +1 സ്റ്റേറ്റ്. സോ ബി കണക്ട് ചെയ്യേണ്ടത് 3ലേക്കാണ്. A4ലേക്ക് വേണം, B3ലേക്ക് വേണം. അങ്ങനത്തെ 2 ഓപ്ഷനുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ഇ. ഇനി സിയും കൂടെ ചെക്ക് ചെയ്ത് നമ്മുടെ ആൻസർ ആയി അല്ലേ? ഏതാ? കാനിസാരോ റിയാക്ഷൻ. കാനിസാരോ റിയാക്ഷൻ നമ്മൾ ഉപയോഗിച്ചത് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയാണ്. സോ NaOHലേക്ക് കണക്ട് ചെയ്യാം നമുക്ക് കാനിസാരോ റിയാക്ഷനെ. സോ C5 C5ലേക്കും കണക്ട് ചെയ്യണം. ആൻഡ് ആൻസർ ഇസ് ഓപ്ഷൻ ഇ. ക്ലിയർ അല്ലേ? 2023 അതായത് കഴിഞ്ഞ വർഷത്തെ കീം എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ആൽഡിഹൈഡ് കീറ്റോൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. ഐഡന്റിഫൈ 1 and 2 ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഐഡന്റിഫൈ 1 and 2 ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. നിങ്ങൾ തന്ന ഒന്ന് CH3Br മീഥൈൽ ബ്രോമൈഡ് മഗ്നീഷ്യമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ഡ്രൈ ഈതർ. എന്തായിരിക്കും ഉണ്ടാവുന്ന പ്രോഡക്റ്റ്? ഗ്രിഗിനാർഡ് റിയേജന്റ് ആണ്. മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്. മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് CH3MgBr. CH3MgBr. ഇയാൾ ഇനി ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്? ഇതേതാ കോമ്പൗണ്ട്? CH3COCH3. CH3COCH3. It is propanone or acetone which is a ketone. അപ്പോൾ ഒരു ഗ്രിഗിനാർഡ് റിയേജന്റ് കീറ്റോണുമായി റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ ദ പ്രോഡക്റ്റ് ഫോംഡ് ആൽക്കഹോൾ. ഗ്രിഗിനാർഡ് റിയേജന്റിലെ മീഥൈൽ ആൽക്കൈൽ കാർബാനയോൺ ആണ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോണിന്റെ കാർബോണൈൽ കാർബണെ പോയിട്ട് അറ്റാക്ക് ചെയ്യുക, വിച്ച് ഇസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്താ? ഫോമാൽഡിഹൈഡിലേക്കാണ് ഗ്രിഗിനാർഡ് റിയേജന്റ് ആഡ് ചെയ്യുന്നതെങ്കിൽ ദ പ്രോഡക്റ്റ് ഫോംഡ് പ്രൈമറി ആൽക്കഹോൾ. അതേസമയം ഫോമാൽഡിഹൈഡ് അല്ലാത്ത അതർ ആൽഡിഹൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ വി ഗെറ്റ് സെക്കൻഡറി ആൽക്കഹോൾ. ആൻഡ് അതേസമയം ഗ്രിഗിനാർഡ് റിയേജന്റ് കീറ്റോണുമായി റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ ദ പ്രോഡക്റ്റ് ഫോംഡ് ടെറിഷറി ആൽക്കഹോൾ. ഇനി ടെറിഷറി ഒന്നുമില്ല, ആൽക്കഹോൾ എന്ന് മാത്രം നിങ്ങൾക്ക് അറിയാമെങ്കിലും ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിയേ, CH3MgBr ഉള്ള 2 ഓപ്ഷനുകളാണ് ഉള്ളത്. CH3MgBr 1 ആയിട്ട് കൊടുത്ത 2 ഓപ്ഷൻസ് ഉണ്ട്, ബി ആൻഡ് സി. ആൻഡ് അടുത്തത് 2 ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. 2 എന്ന് പറയുന്ന ആള് തീർച്ചയായിട്ടും ഒരു ആൽക്കഹോൾ ആണ്. അപ്പോൾ തന്നെ നമ്മുടെ ആൻസറായി ഓപ്ഷൻ സി ആണ്. ആൻഡ് ദാറ്റ് ഈസ് എ ടെറിഷറി ആൽക്കഹോൾ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഹൈഡ്രോക്സി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ, ഇറ്റ് ഈസ് ബോണ്ടഡ് ടു 3 other കാർബൺ. സോ ദാറ്റ് ആൽക്കഹോൾ ഇസ് എ ടെറിഷറി ആൽക്കഹോൾ. തീർച്ചയായിട്ടും കീറ്റോണ് ഗ്രിഗിനാർഡ് റിയേജന്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എങ്ങനെയുള്ള ആൽക്കഹോൾ ആണ്? ടെറിഷറി ആൽക്കഹോൾ ആണ്. സോ നമ്മൾ പ്രോഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്തു. ആൻസർ ഇസ് ഓപ്ഷൻ സി. മക്കൾ, അടുത്ത ക്വസ്റ്റ്യൻ. A research scholar returned to the laboratory after the lockdown due to COVID-19. He kept acetone, benzaldehyde, acetaldehyde and diethyl ketone in 4 different bottles. അപ്പോൾ അയാളുടെ കയ്യിൽ 4 ഡിഫറെൻറ്റ് ബോട്ടിൽസിലായിട്ട് 4 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ട്. 1 അസറ്റോൺ ആണ്, 2 ബെൻസാൽഡിഹൈഡ് ആണ്, 3 അസറ്റാൽഡിഹൈഡ് ആണ്, 4 ഡൈഇഥൈൽ കീറ്റോൺ ആണ്. ഈ 4 കോമ്പൗണ്ടുകളുടെ കയ്യിലുണ്ട്. The bottles contain only the label as PQRS. അപ്പോൾ ആ ബോട്ടിലുകൾ PQRS എന്നുള്ള പേരിൽ ലാബിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി ഫോർഗോട്ട് വിച്ച് ബോട്ടിൽ കണ്ടെയ്ൻഡ് വിച്ച് കോമ്പൗണ്ട്. ഏത് ബോട്ടിൽ ഏത് കോമ്പൗണ്ടാണ് ഉള്ളത് എന്ന് അദ്ദേഹം മറന്നുപോയി. ആൻഡ് കോമ്പൗണ്ട്സ് P and R only underwent iodoform test. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, 4 ബോട്ടിലുകളുണ്ട്, PQRS എന്ന് ലാബൽ ചെയ്തിട്ടുണ്ട്. ആ 4 ബോട്ടിലുകളിൽ 4 കോമ്പൗണ്ടുകളാണ് ഉള്ളത്. ആ 4 പേരുടെ പേരുകളാണ് അസറ്റോണ്, ബെൻസാൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ് ആൻഡ് ഡൈഇഥൈൽ കീറ്റോൺ. നമുക്കവർ ഐഡന്റിഫൈ ചെയ്യണം. ഇതിൽ P ആരാണ്, Q ആരാണ്, R ആരാ, S ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി ചില ഹിൻഡുകൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്കുള്ള കോമ്പൗണ്ടുകൾ ആരൊക്കെയാ? 1 അസറ്റോൺ. എന്താ അസറ്റോൺ എന്ന് പറഞ്ഞാൽ? അസറ്റോൺ എന്ന് പറഞ്ഞാൽ പ്രൊപ്പനോൺ ആണ്. പ്രൊപ്പനോൺ. CH3COCH3. അസറ്റോൺ എന്ന് പറഞ്ഞാൽ പ്രൊപ്പനോണ. CH3COCH3.
അടുത്തത് ബെൻസാൾഡിഹൈഡ്. എന്താ ബെൻസാൾഡിഹൈഡ്? ബെൻസീൻ റിങ്ങിൽ CHO, ബെൻസീൻ റിങ്ങിൽ CHO, ഇതാണ് ബെൻസാൾഡിഹൈഡ്. അടുത്ത കോമ്പൗണ്ട് അസെറ്റാൽഡിഹൈഡ്. അതായത് അസെറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എത്തനാളാണ്. അസെറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എത്തനാളാണ്. നാലാമത്തെ കോമ്പൗണ്ട് മക്കളെ ഡൈഈഥൈൽ കീറ്റോൺ. ആരാ ഡൈഈഥൈൽ കീറ്റോൺ എന്ന് പറഞ്ഞാൽ? ഡൈഈഥൈൽ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CO ഗ്രൂപ്പ്, അതിന്റെ ഇരുവശവും ഈഥൈൽ ഗ്രൂപ്പ്. ഇറ്റ് ഈസ് ഡൈഈഥൈൽ കീറ്റോൺ. അപ്പൊ എന്താ മക്കളെ? ഡൈഈഥൈൽ കീറ്റോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പെൻഡൻത്രിയോൺ. കീറ്റോ ഗ്രൂപ്പിന്റെ ഇരുവശവും ഈഥൈൽ ഗ്രൂപ്പാണ്. ദാറ്റ് ഈസ് കോൾഡ് ഡൈഈഥൈൽ കീറ്റോൺ. സോ പെൻഡൻത്രിയോൺ ഉണ്ട്, അസെറ്റാൽഡിഹൈഡ് ഉണ്ട്, ബെൻസാൾഡിഹൈഡ് ഉണ്ട്, അസെറ്റോൺ ഉണ്ട്. ഇത് 4 കോമ്പൗണ്ടുകൾ 4 ബോട്ടിലുകളിലായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നു. ആൻഡ് ആർ ലാബൽഡ് as P, Q, R and S. ഇതിൽ P എന്ന് ലാബൽ ചെയ്ത ബോട്ടിൽ ആരുണ്ട്? Q ആരാണ്, R ആരാണ്, S ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. കോമ്പൗണ്ട് P and R only underwent iodoform test. ഈ 4 കോമ്പൗണ്ടുകളിൽ ഐഡോഫോം ടെസ്റ്റിന് വിധേയമായ ആളുകൾ P-യും R-ഉം മാത്രമാണ്. P-യും R-ഉം മാത്രമാണ് ഐഡോഫോം ടെസ്റ്റിന് വിധേയമായത്. അപ്പൊ ആരൊക്കെയാണ് P-യും R-ഉം? നമുക്ക് നോക്കാം മക്കളെ. ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യണമെങ്കിൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ എങ്ങനെയുള്ള ആൽഡിഹൈഡും കീറ്റോണും ആണോ ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുക? CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡുകളും കീറ്റോണുകളുമാണ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോണിന്റെ കൂട്ടത്തിൽ നിന്ന് ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുക. ഓഫ് കോഴ്സ് മറ്റു ചില കോമ്പൗണ്ട്സും ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുന്നുണ്ട്. ബട്ട് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ എന്ന് പറയുന്ന വിഭാഗത്തിൽ CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആണ് ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുക. സോ ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? ഏത് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം? CH3CO ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പാ? യെസ്, ഈ ഒരു ഗ്രൂപ്പ് CH3CO ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളാണ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് ആണ് ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുക. നോക്കൂ, പ്രൊപ്പൻറ്റൂൺ, അസെറ്റോൺ. അസെറ്റോണിൽ CH3CO ഗ്രൂപ്പ് ഉണ്ട്. സോ ഇറ്റ് ആൻസേഴ്സ് ഐഡോഫോം ടെസ്റ്റ്. എന്നാൽ ബെൻസാൾഡിഹൈഡ് എടുത്താൽ that does not contain CH3CO ഗ്രൂപ്പ്, so it does not give iodoform test. എന്നാൽ CH3CHO അസെറ്റാൽഡിഹൈഡ്. അസെറ്റാൽഡിഹൈഡ് കാണാൻ ഒരു ലുക്കില്ലായിട്ടാ. ശരിക്കും എന്താ അതിന്റെ സ്ട്രക്ചർ? CH3 C double bond O single bond H. So acetaldehyde has got that group. ഏതാ ഗ്രൂപ്പ്? CH3CO group. CH3CO group. So it gives what? Iodoform test. And last one, pentanthreone. അതാണ് ഡൈഈഥൈൽ കീറ്റോൺ. പെൻഡൻത്രിയോണിനെ സംബന്ധിച്ച് അയാൾക്കുള്ള ഗ്രൂപ്പ് ഏതാ? CH3CH2CO ഗ്രൂപ്പാണ്. ഈ എൻഡ് നോക്കിയാലും CH3CH2CO ഗ്രൂപ്പാണ്, വിച്ച് മീൻസ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ CH3CO ഗ്രൂപ്പ്. സോ ഇറ്റ് കനോട്ട് ഗിവ് ഏത് ടെസ്റ്റ് പറഞ്ഞേ? ഐഡോഫോം ടെസ്റ്റ്. അപ്പൊ ഈ 4 കോമ്പൗണ്ടുകളിൽ ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുന്ന കോമ്പൗണ്ടുകൾ ആരൊക്കെയാണ്? ഒന്ന് അസെറ്റോണും 2 അസെറ്റാൽഡിഹൈഡുമാണ്. സോ ഇവിടെ നമ്മളോട് പറഞ്ഞു P and R only underwent ഐഡോഫോം ടെസ്റ്റ്. അപ്പോ P and R എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒന്നുകിൽ ഇത് P-യും അല്ലെങ്കിൽ ഇത് R-ഉം ആവാം, വേണമെങ്കിൽ അത് നേരെ തിരിച്ചും ആവാം. സോ ഈ 2 കോമ്പൗണ്ടുകളാണ് P-യും R-ഉം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. ശേഷം അടുത്ത സെന്റൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കോമ്പൗണ്ട് R alone gave reddish brown precipitate with Fellings reagent. അതായത് ഫെലിങ്സ് ടെസ്റ്റ് ആൻസർ ചെയ്തത് കോമ്പൗണ്ട് R മാത്രമാണ്. അത് ഫെലിങ്സ് ടെസ്റ്റ് ആൻസർ ചെയ്യുക. ഫെലിങ്സ് ടെസ്റ്റ് ആൻസർ ചെയ്യുന്നത് all aldehydes except aromatic aldehydes. അല്ലെ, all aldehydes except aromatic aldehydes give Fellings reagent test. ഫെലിങ്സ് ടെസ്റ്റ് ആൻസർ ചെയ്യുന്നത് എല്ലാ ആൽഡിഹൈഡുകളുമാണ് എക്സെപ്റ്റ് അരോമാറ്റിക് ആൽഡിഹൈഡ്. അതുകൂടാതെ ഫോമിക് ആസിഡ് ഒക്കെ ആൻസർ ചെയ്യും. ബട്ട് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻസർ ചെയ്യില്ല. ആൽഡിഹൈഡ് ആൻഡ് കീറ്റോണിലേക്ക് വന്ന ആൽഡിഹൈഡ്സ് ആൻസർ ചെയ്യും. എങ്ങനെയുള്ള ആൽഡിഹൈഡ്സാ? എല്ലാ ആൽഡിഹൈഡ്സും ആൻസർ ചെയ്യും, ആരൊഴികെ? അരോമാറ്റിക് ആൽഡിഹൈഡ് ഒഴികെ. അങ്ങനെയാണ് നിങ്ങൾ പറയും മക്കളെ, ഇതിൽ 2 ആൽഡിഹൈഡുകളാ ഉള്ള, ഒന്ന് ബെൻസാൾഡിഹൈഡ് ആൻഡ് അടുത്തത് അസെറ്റാൽഡിഹൈഡ്. ഇതിൽ ആരാ ഫെലിങ്സ് ടെസ്റ്റ് ആൻസർ ചെയ്യുക? അസെറ്റാൽഡിഹൈഡ്. ആര് ചെയ്യില്ല? ബെൻസാൾഡിഹൈഡ് ചെയ്യില്ല. ശരിയാ? ബാക്കിയുള്ള 2 പേരും ചെയ്യില്ല, കാരണം അത് കീറ്റോണുകളാണ്. സോ ഫെലിങ്സ് ടെസ്റ്റ് ആൻസർ ചെയ്യുന്ന ആളുകൾ ഇതിലൊറ്റൊന്നേ ഉള്ളൂ, അത് അസെറ്റാൽഡിഹൈഡാ.
അപ്പോൾ നമ്മുടെ സെന്റൻസ് എന്താ പറഞ്ഞേ? കോമ്പൗണ്ട് ആർ എലോൺ ഗേവ് റെഡിഷ് ബ്രൗൺ precipitate വിത്ത് ഫില്ലിങ്സ് റിയേജന്റ്. ഈ സെന്റൻസ് തന്നെ വ്യക്തമാണ്. ദ കോമ്പൗണ്ട് ആർ ഈസ് അസെറ്റാൽഡിഹൈഡ്. അപ്പോൾ ആർ അസെറ്റാൽഡിഹൈഡ് ആണ്. ആർ അസെറ്റാൽഡിഹൈഡ് ഉള്ള രണ്ട് ഓപ്ഷനുകൾ ഉണ്ട്. ഏതൊക്കെയാ? ആറ് അസെറ്റാൽഡിഹൈഡ് ഉള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ ആൻഡ് ബി. എന്നാൽ പി ആൻഡ് ക്യൂ, പി ആൻഡ് ആർ ആരൊക്കെയാ? അപ്പൊ ആർ എന്തായാലും അസെറ്റാൽഡിഹൈഡ് ആണെന്ന് വ്യക്തമായല്ലോ. അപ്പൊ പി ആരാണ്? പിയും ആറുമാണ് ഐഡോഫോം ടെസ്റ്റ് നടത്തിയത്. പിയും ആറുമാണ് ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്തത്. ആറ് അസെറ്റാൽഡിഹൈഡ് ആണ് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെയാണ് പി ആരാണ്? ആറ് അസെറ്റാൽഡിഹൈഡ് ആണെങ്കിൽ പി ആരാണ്? അസെറ്റോൺ ആണ്. സോ പി അസെറ്റോൺ ആർ അസെറ്റാൽഡിഹൈഡ്. സോ പി അസെറ്റോൺ ആർ അസെറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒറ്റ കോമ്പിനേഷനേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ബി ഓപ്ഷൻ ആണ്. അപ്പോൾ ഇതും പ്രീവിയസിൽ നമുക്ക് ചോദിച്ച ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന ചാപ്റ്ററിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. സോ ഈ രൂപത്തിലുള്ള ടെസ്റ്റുകളിലൂടെ നിങ്ങൾ കൃത്യമായിട്ട് കടന്നു പോവുക. ഐഡോഫോം ടെസ്റ്റ്, ഫെല്ലിങ്സ് ടെസ്റ്റ്, ടോളൻസ് ടെസ്റ്റ്, ഇത്തരം ടെസ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ആൽക്കോഹോൾ ചാപ്റ്ററിലേക്ക് വന്നാൽ ലൂക്കാസ് ടെസ്റ്റ് ആൻഡ് അമൈൻ ചാപ്റ്ററിലേക്ക് പോയ ഹിൻസ്ബർഗ് ടെസ്റ്റ്. സോ ഈ രൂപത്തിലുള്ള ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ആ ടെസ്റ്റുകളിലൂടെ ഒക്കെ ഒന്ന് കടന്നു പോവുക. അതേപോലെ നെയിം റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ചാപ്റ്ററിലുള്ള നെയിം റിയാക്ഷൻസ് കൃത്യമായിട്ട് എഴുതിയിട്ട് അത് റിവൈസ് ചെയ്തതിലെ റിയേജൻസും പ്രോഡക്റ്റും റിയാക്റ്റൻറ്റും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഡയറക്റ്റ് ചോദ്യങ്ങൾ തന്നെ വരാറുള്ളത്. ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്ന ചോദ്യങ്ങളൊന്നും കീം എക്സാമിന് വരാറില്ല. ഇപ്പോൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ നടന്ന ചോദ്യങ്ങളിലൂടെ കടന്നുപോയാൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വൺസ് അഗെയിൻ നിങ്ങൾ റിവൈസ് ചെയ്യുക. താങ്ക് യു ഓൾ.